അല്പന്മാർ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അല്പ എന്റെ ഉപ്പ. അയ്യോ മാമനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. മാമ സാജുറായിന്റെ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓക്ക് സാമൂഹ്യ ശാസ്ത്രത്തിനും ബയോളജിക്കും മാർക്ക് കുറവായിരുന്നു. ഞാൻ ഓളോട് പ്രത്യേകം പറഞ്ഞു നമ്മുടെ കാവുന്തറ പിഷാരടി മാഷിന്റെ അടുത്ത് ട്യൂഷന് പോകണമെന്ന്. അല്ല, പോകുന്നുണ്ടോടി നീ? വിടുന്നുണ്ടോ മാമ? സാമൂഹ്യ പഠനത്തിനും ബയോളജിന്റെ മോക്ക് കിട്ടിയ മാർക്ക് മതി. ജീപ്പ് കയ്യാ വന്ന എന്റെ മോക്ക് മാർക്ക് ഇടണ്ട. അപ്പോഴേക്കും പിണങ്ങിയോ? ദേ, നല്ല മാർക്ക് വാങ്ങി പാസ്സായില്ലെങ്കിൽ ഒടുക്കം സ്ത്രീധനം ഞാൻ കുറച്ച് കൂടുതൽ ചോദിക്കും. അപ്പ മാമൻ എന്നെ കുറ്റം പറയരുത്. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിക്ക് ആഭാസന്മാര് കാരണം വൈകിടക്കാൻ പറ്റണ്ടായ. ഓഹോ, ഈ മാമേ പണ്ട് ഇതുപോലെ ബിയാത്ത് താത്ത സ്കൂളിൽ പോകുന്ന വഴിക്ക് നിന്ന് കയ്യും കലാശം കാണിച്ചാണ് ബിയാത്ത് താത്താനെ നിക്കാഹ് കഴിച്ച് ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ മാമ, പ്രേമം ഒരു തെറ്റാണോ, വിവാഹം ഒരു കുറ്റമാണോ? പറയൂ. വൈന്ന് മാറിക്കട ബലാലേ വന്നോളി. എന്നാ പിന്നെ നീ എന്നെ ഫോൺ വിളിച്ചാ മതി. അങ്ങനെയാണ് എന്നെ ബൂത്ത് വിളിക്കുക. എന്റെ നമ്പർ ഓർമ്മയുണ്ടല്ലോ. സാജറ, നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കരുത്. ചോദിക്കാനുള്ളവർ ഓരോരുത്തരായിട്ട് ചോദിക്കണം. മമ്മൂക്ക ഈയിടെ ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും വിവാദപരമായ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. അതെന്തിനായിരുന്നു അറിഞ്ഞാൽ കൊള്ളാം. ബിനീഷിന്റെ ചോദ്യത്തിൽ തന്നെ തെറ്റുണ്ട്. ഒരു പാർട്ടി യോഗത്തിലല്ല മമ്മൂക്ക പങ്കെടുത്തത്. സുകുമാർ അഴീക്കോട്, ഡോക്ടർ അനന്തമൂർത്തി, MT വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖ സാംസ്കാരിക നായകന്മാർ പങ്കിട്ടുള്ള വേദിയാണത്. ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള വേദിയിൽ നമ്മൾ ഇന്ന് വരെ മമ്മൂക്കയെ കണ്ടിട്ടുണ്ടോ? എന്നാലോ അദ്ദേഹം ഒരു അടിയുറച്ച മതവിശ്വാസിയാണെന്ന് താനും. അതാണ് മമ്മൂക്ക. പിന്നെ നിങ്ങളെയും എന്നെയും പോലെ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി മൂപ്പർക്കും ഉണ്ടാവില്ല ഒരു അഭിപ്രായം. രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവനയൊന്നും മമ്മൂക്ക നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യമെന്ന് തോന്നിയത് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. അതെ അതെ, ഇന്നത്തെ കാലത്തൊരു സത്യം പറഞ്ഞത് തെറ്റാണോ? നിങ്ങൾ പറ, അല്ലേ? അതെ, ഇപ്പോ അടുപ്പിച്ച് മമ്മൂട്ടി സാർ 4 കോമഡി സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി എന്നാണ് ഒരു ആക്ഷൻ പടം ചെയ്യുന്നത്? ബഷീർ രോഷാകുലനാകരുത്. ദാമോദരൻ മാഷ് തിരക്കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്. മാഷിന് തിരക്കഥ പൂർത്തീകരിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണ്ടേ? 2 വർഷമായില്ലേ നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്? മഞ്ചേരി ദേവകിയിൽ മമ്മൂക്കയുടെ 4ാമത്തെ സിനിമയാണ് 100ാം ദിവസം തയ്ക്കാൻ പോകുന്നത്. ഈ വർഷമെങ്കിലും നിങ്ങൾ മമ്മൂക്കയെ മഞ്ചേരി കൊണ്ടുവരൂ, അതിപ്പറയണം. സുഹൃത്തുക്കളെ, പുന്നമടക്കായൽ നീന്തി കിടക്കുന്നതിനേക്കാൾ ശ്രമകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എങ്കിലും ശ്രമിക്കാം. തന്നെ നിറകൊണ്ട വേനലിൽ എന്തെങ്കിലും ഒരു ഇടമഴ പെയ്യാണ്ടിരിക്കില്ല. മഴ പെയ്താൽ എന്തെങ്കിലും ഒന്ന് മുളച്ചുണ്ടാകാണ്ടിരിക്കില്ല. അങ്ങനെ മുളച്ചുണ്ടായാൽ അതുമായിട്ട് അവിടെ വന്ന് എന്റെ അണ്ണാക്കിലേക്ക് തിരികെ തരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇനി അതും കേട്ടിരിക്കാൻ പുരുഷു 2ാമത് ജനിക്കണം. കണ്ണീരും കൈയുമായിട്ട് പണം പലിശയ്ക്ക് വാങ്ങാൻ വരുമ്പോ സകല നായിന്റെ മക്കൾക്കും പുരുഷു ദൈവമാണ്. ഭയങ്കര ഭയഭക്തി ബഹുമാനം. കാശും വാങ്ങിപ്പോയി അവനവന്റെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പരുന്ത് ബ്ലേഡ് കൊടുവാട് കൊള്ള പലിശക്കാരൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ സൂര്യാസ്തമനം എന്നൊന്നുണ്ടെങ്കിൽ അവിടെ എന്റെ മേശപ്പുറത്ത് എന്റെ മുതലും പലിശ ഉണ്ടാവണം. പണത്തിന് മീതെ പരുന്ത് പറക്കൂല, പക്ഷേ പുരുഷു പറക്കും, പറന്നിറങ്ങും. അതാണ് പരുന്ത് പുരുഷോത്തമൻ. കട്ട്. ഓക്കെ.